ഇപ്പോൾ കൊച്ചിയിൽ അമ്മയുടെ കൈകളാൽ കൊല്ലപ്പെട്ട കുഞ്ഞു കല്യാണിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അങ്ങനെ ഏവരെയും നൊമ്പരത്തിലാക്കി ഓടിക്കളിച്ച് കളിചിരിയോടുകൂടി അങ്കണവാടിയിൽ മുറ്റത്ത് ഉല്ലസിച്ച ആ പിഞ്ചോമനയുടെ വേദനിക്കുന്ന മുഖം, നീറുന്ന കണ്ണീർ ഓർമ്മയായി ആ പിഞ്ചോമന മാറുന്ന ആ പിഞ്ചോമനയെ ഏറ്റുവാങ്ങാൻ കണ്ണീരണിഞ്ഞുകൊണ്ട് ആ നാട് മുഴുവൻ എത്തുകയാണ്. ആംബുലൻസിൽ നിന്നും കുഞ്ഞിൻ്റെ പിഞ്ചോമനയുടെ മൃതദേഹം എത്തിക്കുന്നതിൻ്റെ ദൃശ്യമാണിപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ തന്നെ ഒറ്റവരും എല്ലാവരും അങ്ങേയറ്റത്തെ വേദനയോടുകൂടി ഈ ദൃശ്യങ്ങൾ കാണുകയാണ്. മനസാക്ഷി മുഴുവൻ ഇന്നലെ വൈകിട്ടത്തെ രാത്രിയോടുകൂടി എല്ലാവരുടെയും നൊമ്പരമായി മാറിയ നമ്മുടെ പിഞ്ചോമന കുഞ്ഞിൻ്റെ ചേതനയേറ്റ മൃതദേഹമാണിപ്പോൾ, ചേതനയേറ്റ കണ്ണീരിൽ പൊതിഞ്ഞ ആ മൃതദേഹം ഇപ്പോൾ എത്തിക്കുന്നതിൻ്റെ ദൃശ്യമാണ് കാണുന്നത്. അല്പസമയം തന്നെ സംസ്കാരം ചടങ്ങുകളിലേക്ക് കടക്കും. അങ്ങനെ ആശുപത്രിയിൽ നിന്നും മോർച്ചറിക്ക് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ആംബുലൻസിൽ കയറ്റിയ ആ പിഞ്ചോമന കല്യാണി എന്ന 3 വയസ്സുകാരിയുടെ മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ, ഇൻക്വസ്റ്റ് എല്ലാം പൂർത്തിയായി. ഇന്ന് രാവിലെ തന്നെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണിപ്പോൾ കല്യാണിയുടെ മൃതദേഹം സംസ്കാരത്തിനായി വീട്ടിലേക്ക്, ഇനി വീട്ടിൽ ഉറ്റവർക്കും ബന്ധുക്കൾക്കുമൊക്കെ തന്നെ മൃതദേഹം വിട്ടു നൽകിയിരിക്കുന്നത്. അങ്ങേയറ്റം കണ്ണീരണിഞ്ഞുകൊണ്ട് ഒരു നാട് മുഴുവൻ കണ്ണീരിൽ അരിഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എത്ര പറഞ്ഞാലും തിരിച്ചു കിട്ടാത്ത വണ്ണം ഒരമ്മയുടെ പിഞ്ചോമന ലാളിക്കേണ്ട കൈകളാൽ കൊണ്ടാണ് ആ കുഞ്ഞ് മരണപ്പെട്ടത് എന്നാണ് നമ്മളെ സംബന്ധിച്ചോളം ഏവരെയും വേദനിപ്പിക്കുന്നത്. അങ്ങനെ ഇനി കളിചിരിയുടെ ഈ ലോകത്തില്ല. ആ കുഞ്ഞ് നമ്മോടൊപ്പമില്ല, നാട്ടുകാർക്കൊപ്പമില്ല, ഉറ്റവരായിട്ടുള്ള കൂട്ടുകാരികൾക്കൊപ്പം ഇല്ല. ആ അമ്മ തന്നെ ആ കുഞ്ഞിൻ്റെ ഭാവി തല്ലിക്കെടുത്തി ആ കുഞ്ഞിനെ ഈ ലോകത്ത് നിന്നും വേർപിരിക്കപ്പെട്ടിരിക്കുന്നു. ആ കുഞ്ഞി ലോകത്ത് നിന്നും ഇല്ലാതാകുന്നു. അങ്ങനെ മലയാളികളെ മുഴുവൻ നൊമ്പരത്തിൻ്റെ കാഴ്ചയായി ഇന്നലെ രാത്രി മുതൽ നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനകൾ വിഫലമായി. ഇന്ന് വെളുപ്പാങ്കാലത്ത് ഈ കുഞ്ഞിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു. അതിനുശേഷം അമ്മയാണ് കൊലയാളി എന്ന് അമ്മ തന്നെ സമ്മതിക്കുന്നു. ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ മൃതദേഹം കൊച്ചിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അമ്മയുടെ കൈകളാൽ മരണപ്പെട്ട പിഞ്ചോമന 3 വയസ്സുകാരി കല്യാണി ഇനി ഈ ലോകത്ത് അങ്ങനെ തിളങ്ങുന്ന നക്ഷത്രമായി ആ കുഞ്ഞ് മനസ്സ് മാറുകയാണ്. കുഞ്ഞ് 3 വയസ്സുകാലം എല്ലാവരെയും ആ നാടിൻ്റെ കളിച്ചിരിയായിരുന്നു, കിളിക്കാമ്പെട്ടിയായിരുന്നു. ഇന്ന് അവിടുത്തെ ആളുകൾ പറഞ്ഞതുപോലെ തന്നെ ആ കുഞ്ഞിനെ ഇങ്ങനെ കാണാൻ ഉള്ള ആ ദുർഗതി ആ നാട്ടുകാർക്കൊരിക്കലും താങ്ങാൻ കഴിയുന്നതല്ല. ഇപ്പോൾ വിഷ്ണുപ്രസാദ് ചേരുന്നുണ്ട്. വിഷ്ണു, സംസ്കാര ചടങ്ങുകളിലേക്ക് അടുക്കുകയാണോ? മൃതദേഹം ഇപ്പോൾ മോർച്ചറിയിൽ നിന്നും മാറ്റി ആംബുലൻസിലേക്ക് കിടത്തിയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി അടുത്ത സമയങ്ങളുടെ പ്രാധാന്യം എപ്പോഴായിരിക്കും സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുക? പ്രതീക്ഷയെ അല്പം മുമ്പാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി കല്യാണിയുടെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങിയത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടന്നിരുന്നത്. അതിനുശേഷം അച്ഛന്റെ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകിയിരിക്കുകയാണ്. ഇനി വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഈ ഒരു സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. തിരുവാണിയൂരിലുള്ള പൊതു ശ്മശാനത്തിൽ വച്ചാകും ഈ സംസ്കാരം നടത്തുക. ഇപ്പോൾ ഇവിടെ നിന്നും കളമശ്ശേരിയിൽ നിന്നും തിരുവാണിയൂരിലോട്ട് കൊണ്ടുപോയി അവിടെ വീട്ടിലുള്ള ഒരു പൊതുദർശനമുണ്ട്. അതിനുശേഷം തിരുവാണിയൂരിലെ പൊതു ശ്മശാനത്തിൽ കല്യാണിയുടെ മൃതദേഹം സംസ്കരിക്കും. 4 മണിയാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ള സമയം. ഇന്ന് രാവിലെയോടുകൂടിയാണ് അങ്കമാലിയിലുള്ള സർക്കാർ ആശുപത്രി നടപടികൾ പൂർത്തിയാക്കിയ ശേഷം 12:30 പോസ്റ്റ്മോർട്ടം നടപടികൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടത്തുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഈ അച്ഛനും ബന്ധുക്കളും ആയിട്ടുള്ള അടുത്ത അച്ഛന്റെ ബന്ധുക്കളാണ് മൃതദേഹം ഏറ്റുവാങ്ങാൻ വന്നിരുന്നത്. ഈ കുട്ടിയുടെ അമ്മയോ അല്ലെ അവരുടെ ബന്ധുക്കളാരും തന്നെ അവിടെ എത്തിയിട്ടില്ല. ഇപ്പോൾ അച്ഛന്റെ നാടായ അവര് തിരുവാങ്കുളത്തുള്ള സ്ഥലത്തോട്ടാണ് ഇപ്പോൾ ഈ മൃതദേഹം ഏറ്റുവാങ്ങി ബന്ധുക്കൾ കൊണ്ടുപോയിട്ടുള്ളത്. ശേഷം പൊതുദർശനവും അതിന് ശേഷം 4 മണിയോടുകൂടി സംസ്കാരവുമാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതേസമയം ഈ കുട്ടിയുടെ അമ്മ കൊലപാതകം നടത്തി മകളെ വിളിച്ചേർന്നു എന്ന് പറയുന്ന സന്ധ്യ ഇപ്പോഴും ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. ചോദ്യം ചെയ്യൽ നടപടികളടക്കം പൂർത്തിയാക്കി. അല്പം സമയം മുൻപാണ് അറസ്റ്റ് ഔദ്യോഗികമായി തന്നെ പോലീസ് രേഖപ്പെടുത്തിയത്. ഇനിയിപ്പോൾ
എത്തി വന്ന് മാധ്യമങ്ങളെ കണ്ട് മറ്റു വിശദീകരണമെല്ലാം നൽകി. അതിന്റെ ഒരു നടപടിക്രമത്തിലോട്ട് കോടതിയിലടക്കം ഹാജരാക്കുന്ന നടപടിക്രമങ്ങളിലോട്ട് കടക്കും. ഏതായാലും കല്യാണിയുടെ മൃതദേഹം ഇൻക്വസ്റ്റും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തിയാക്കി ഇപ്പോൾ ബന്ധുക്കൾക്ക് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ പിടയ്ക്കുന്ന ദൃശ്യങ്ങളാണിപ്പോൾ. തിരുവാങ്കുളത്തേക്കാണ് കുഞ്ഞിൻ്റെ മൃതദേഹം കൊണ്ടുപോകുന്നത്.